ഹായ് ഫ്രണ്ട്സ്, സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു നല്ല തോരനാണ് ഇന്ന് സൂര്യകാന്തി വീഡിയോസിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ 4 തരം ഇലകളാണ് എടുത്തിരിക്കുന്നത് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാമത്തേത് കോവലിൻ്റെ ഇലയാണ്. കോവയ്ക്ക നമ്മളൊക്കെ കഴിക്കാറുണ്ട്, പക്ഷേ എത്ര പേര് കോവലിൻ്റെ ഇല കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പണ്ട് തൊട്ടേ ഗൃഹവൈദ്യത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ഒന്നാണ് കോവൽ. ഈ കോവലിൻ്റെ ഇലയാണ് നമ്മൾ എടുക്കുന്ന ഒന്നാമത്തെ ഇല. പിന്നെ മറ്റൊന്ന് വൻപയറിൻ്റെ ഒരു 3 ആഴ്ചയായി മുളപ്പിച്ച് ശേഷമുള്ള ആ ഇളയ തണ്ടും ഇലകളും വൻപയർ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ, ഇംപ്രവൈസ്ഡ് പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ഈ വൻപയർ എങ്ങനെയാണ് എന്തിനാണ് നടുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി. മൂന്നാമതായി ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകിൻ്റെ ഇലയാണ്. പച്ചമുളകും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന മുളകുണ്ടല്ലോ, അത് നല്ല ചുവന്ന് വരുവാണെങ്കിൽ, ചുവന്ന മുളക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ വിത്ത് നട്ടാലും മതി. പിന്നെ നാലാമതായി ഡയബറ്റിസ് ചീര എന്നൊക്കെ വിളിക്കുന്ന ഒരു തരം ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും വീടുകളിലൊക്കെ കാണാറുണ്ട്. അതിർത്തിയിലൊക്കെ നമ്മൾ നടുന്ന ഒരു തരം ചീര ഉണ്ടല്ലോ, പണ്ടൊക്കെ നടുകയായിരുന്നില്ലേ, ആ ഒരു ചീര. ഇത്രയുമാണ് ഇന്നത്തെ തോരൻ വയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിപ്പോൾ എല്ലാ ഇലകളും എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതാണ് ഒന്നാമത്തെ പണി. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർക്കാനുണ്ട്. അതും കൂടി ഞാനൊന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചെറുകിയ കുറച്ച് തേങ്ങയും 1 അല്ലി വെളുത്തുള്ളിയും 1 ചുവന്നുള്ളിയും 2 പച്ചമുളകും, ഇത്രയും ഒന്ന് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് കറക്കിയാൽ മതി. വല്ലാണ്ട് അരഞ്ഞു പോവരുത്. തോരനിലൊക്കെ ഇടുന്ന ഒരു പാകമുണ്ടല്ലോ, അത് ഒന്ന് കറക്കിയെടുക്കുക. ഇത്രയും പണി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉപ്പേരി ഒരു 90% റെഡിയായി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയുടെ ഒരു ഞെട്ട് ഇല ഇട്ടു. പിന്നെ നമ്മൾ ചെയ്യുന്നത്, മുറിച്ച് വെച്ച ചീര ഇടുന്നതിന് മുന്നേ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് മിക്സ്ചറുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോ സ്മെല്ല് അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് വെളിച്ചെണ്ണയിലൊന്ന് വറുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോവും. പിന്നെയാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കുന്നത്. ചീര മാത്രമല്ല, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇലകളും ചേർക്കുന്നത്. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ ഉപ്പിടണ്ട. ഇപ്പോൾ ഉപ്പിടുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ വിചാരിക്കും കുറേ ഉണ്ടല്ലോ ഇല എന്ന്, കുറേ ഉപ്പിട്ട് പോവും. അത് ഒന്ന് വാടിക്കഴിയുമ്പം അങ്ങ് ചെറുതാവും, അളവ് കുറയും. അപ്പോൾ ഇട്ടാൽ മതി ഉപ്പ്. വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇനി നമുക്കിതൊന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം, വളരെ കുറച്ച് സമയം വേവാനേ ഉള്ളൂ. ഒരുപാടൊന്നും വേവിച്ച് അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും കളയരുത്. പാകത്തിനൊരു വേവ് മാത്രം. ഇതിൽ ആ ലാസ്റ്റിലെടുത്തിരിക്കുന്ന ഡയബറ്റിസ് ചീരയുണ്ടല്ലോ, അതിന് മാത്രമേ ഉള്ളൂ കുറച്ച് വേവ്. അതിൻ്റെ ഇലകളായതുകൊണ്ട് തന്നെ, തളിരി ഇലയായതുകൊണ്ട് തന്നെ മറ്റേനത്ര കറക്റ്റായിട്ട് പോയിക്കോളും. ഇപ്പോൾ ദാ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ, അതിലേറെ ഗുണമേന്മയുള്ള, എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടും എന്നർത്ഥം ഉള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. ഈ ഒരു ചെറിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.